We are joyfully celebrating your 30 years of faithful ministry, very powerful ministry in the kingdom of the Lord. തങ്കു ബ്രദർ, കർത്താവിന്റെ രാജ്യത്തിനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ തലമുറയ്ക്കും വലിയൊരു അനുഗ്രഹമാണ്, ഒരു ബ്ലെസ്സിങ് ആണ്, ഒരു ഇൻസ്പിറേഷൻ ആണ്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ, കേരള സംസ്ഥാനത്തിൽ അതിശക്തമേറിയ ഒരു പരിശുദ്ധാത്മാവിന്റെ മൂവ്മെന്റിനായിട്ട്, ഒരു വലിയ ഉണർവിനായിട്ട് കർത്താവിൻ്റെ അഭിഷിക്തനെ ദൈവം എഴുന്നേൽപ്പിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എവർലി ഫീസ്റ്റ് എന്ന് പറയുന്നത് ദൈവത്താൽ അയക്കപ്പെട്ട വലിയൊരു ഉണർവാണ്, പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു മൂവ്മെൻ്റ് ആണ്. ആ മൂവ്മെന്റിൽ സ്വർഗത്തിൽ ദൈവം ചെയ്തെടുത്ത എല്ലാ വിടുതലുകളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശരിക്കും ഈ കേരളത്തിനകത്ത് സംഘടനകൾക്കും പാരമ്പര്യങ്ങൾക്കും അതീതമായി ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും, വിശ്വസിക്കുന്നവരെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുമെന്ന് എൻ്റെ തലമുറയിൽ, ഞങ്ങളിൽ ഓരോരുത്തരിലും വലിയൊരു പ്രചോദനമായി പരിശുദ്ധാത്മാവ് തങ്കു ബ്രദറിനെ എഴുന്നേൽപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തത് ഞാൻ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുകയാണ്. ഒരു അപ്പോസ്തോലിക വിളിയിൽ തങ്കു ബ്രദർ നിൽക്കുമ്പോൾ തന്നെ ഞാൻ തങ്കു ബ്രദറിൽ കണ്ടിട്ടുള്ളത് അതിശക്തമായ ആത്മാക്കൾക്ക് വേണ്ടി, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു സുവിശേഷകനെയാണ്. 800 മില്യൺ ആളുകളെ കർത്താവിലേക്ക് നയിക്കണം. ഒരു വ്യക്തിയുടെ ആത്മാവ് പോലും നരകത്തിൽ പോകരുത്, ആരും തകർന്നു പോകരുത്, എല്ലാ ജീവിതങ്ങളും വിടുവിക്കപ്പെടണം എന്നുള്ള തങ്കു ബ്രദറിന്റെ ഹൃദയത്തിലെ പാഷൻ, ആ ആഗ്രഹം, ആ പ്രാർത്ഥന, ആ വിഷൻ ഞങ്ങളെപ്പോലുള്ള എല്ലാ ശുശ്രൂഷകരെയും എല്ലാ ദൈവദാസന്മാരെയും പ്രചോദിപ്പിക്കുന്നതാണ്, എൻകറേജ് ചെയ്യുന്നതാണ്. 3 പതിറ്റാണ്ട് കാലത്തോളം ഈ സുവിശേഷം, രാജ്യത്തിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കുവാൻ കർത്താവിൻ്റെ ദാസനെ ഉപയോഗിച്ച ദൈവം തുടർന്നും അതിശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ഒരു വചനം ആവശ്യപ്പെട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം അങ്ങയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസനോട് അറിയിപ്പാൻ നൽകിയ, എവർലി ഫീസ്റ്റിനോട് അറിയിപ്പാൻ നൽകിയ വചനം ഞാൻ വായിക്കുകയാണ്. ജോഷുവയുടെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങളിൽ കാലേബ് ജോഷുവയോട് പറഞ്ഞൊരു വാക്കുണ്ട്. മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് യഹോവ മോശയോട് ഈ വാക്ക് കൽപ്പിച്ചത് മുതൽ ഈ 45 സംവത്സരത്തോളവും എന്നെ ഇതാ താൻ അരുളി ചെയ്തതുപോലെ ജീവനോടെ വെച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടാൻ പോകുകയും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനേകം ആത്മാക്കളെ, 800 മില്യൺ ജനതയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിലൂടെ തൊടുവാനുള്ള ആയുസ്സും ആരോഗ്യവും ബലവും തങ്കു ബ്രദറിന് സ്വർഗത്തിലെ ദൈവം നൽകട്ടെ. പ്രത്യേകിച്ച് എവർലി ഫീസ്റ്റ് എന്ന ഉണർവിനോട്, എവർലി ഫീസ്റ്റ് എന്ന സമൂഹത്തോട് പരിശുദ്ധാത്മാവിന് അറിയിപ്പാനുള്ളത് ഹഗായി പ്രവചനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ഈ ആലയത്തിൻ്റെ പിന്നത്തെ മഹത്വം മുൻപിലത്തതിനേക്കാൾ വലുതായിരിക്കും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ മഹത്വത്തെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുന്ന, കടൽ വെള്ളം കൊണ്ട് മൂടിക്കിടക്കുന്നത് പോലെ യഹോവയുടെ മഹത്വത്താൽ കവേർഡ് ആയിരിക്കുന്ന ഒരു വലിയ ചലനം, വലിയ ഒരു ഉണർവ് ഈ ദിവസങ്ങളിൽ ദേശവ്യാപകമായി, ലോകവ്യാപകമായി സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വൺസ് അഗെയിൻ വി വിഷ് യു എ ബ്ലെസ്ഡ് 13th anniversary of your ministry, our beloved man of God, God's general apostle of God, dear Thangu brother. God bless you.